മഹാത്മാഗാന്ധി അഥവാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെക്കുറിച്ചുമെല്ലാം നാം ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നാൽ ലോകം മുഴുവൻ അറിയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയാത്ത പല രഹസ്യങ്ങളുമുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നാം അറിയേണ്ട മറ്റൊരു കാര്യമെന്തെന്നാൽ താനൊരു മാതൃകാ പുരുഷനാണെന്ന് അദ്ദേഹം എവിടെയും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെന്നു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളിതൊന്നും സ്വീകരിക്കരുതെന്നും നിങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നതാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ ഒരാളുകൂടിയായിരുന്നു ഗാന്ധി. അതായത് താനൊരു മനുഷ്യനാണെന്നും തനിക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റാമെന്ന് ഉറച്ച ബോധ്യമുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്ന് സാരം. 1869 ഗുജറാത്തിലെ സമ്പന്നനും രാജാവിൻ്റെ ദിവാനുമായിരുന്ന കാബ ഗാന്ധിയുടെ പുത്രനായിട്ടാണ് ഗാന്ധിയുടെ ജനനം. ഒരു ദൈവഭക്തിയുള്ള കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെതെങ്കിലും അദ്ദേഹത്തിനുള്ളിലെ ദൈവിക സങ്കല്പം മറ്റൊന്നായിരുന്നു. രാഷ്ട്രത്തെ സേവിക്കുന്നതാണ് തൻ്റെ മതമെന്നും അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഭക്തിപൂർണമായ കുടുംബാന്തരീക്ഷത്തിൽ വളർന്നു വന്ന അദ്ദേഹം 1883 തൻ്റെ 13-ാം വയസ്സിലാണ് കസ്തൂർബ എന്ന 13-കാരിയെ വിവാഹം കഴിക്കുന്നത്. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം നിയമപഠനത്തിനായി ലണ്ടനിലേക്ക് പോയി മടങ്ങി വന്ന അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് തൻ്റെ കുടുംബവുമൊത്ത് താമസം മാറി. അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം ഏറെക്കുറെ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. അതായത് ഭാര്യയുമൊത്തുള്ള വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം ഇരുവർക്കിടയിലും പതിവായിരുന്നു. മാത്രമല്ല പലപ്പോഴും തൻ്റേതായ നിലപാടിലേക്ക് വരാത്തതിൻ്റെ പേരിൽ കസ്തൂർബയെ തള്ളിയിടുക പോലും ഗാന്ധി ചെയ്തിട്ടുണ്ട്. അതിന് പല സാഹചര്യങ്ങളുമാണ് ചരിത്രകാരന്മാർ പരാമർശിക്കുന്നത്. അതായത് ചിലപ്പോൾ തൻ്റെ സഹപ്രവർത്തകരായ കീഴ്ജാതിക്കാരെ ഭാര്യ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന തരത്തിലൊക്കെ ഇരുവർക്കിടയിലും വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനു പുറമെ ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ഭാര്യ അരങ്ങത്തേക്ക് വരുന്നതിനെ ശക്തമായി എതിർത്തിരുന്ന ഒരാൾ കൂടിയായിരുന്നു ഗാന്ധി. ഒരു കാലം വരെ ഭാര്യയെ പുറത്തിറക്കാതെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിലും പിന്നീട് കസ്തൂർബ ഗാന്ധിക്കൊപ്പം തന്നെ പല വേദികളും പങ്കിട്ടതായി ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാനാകും. മാത്രമല്ല 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പ്രവർത്തിച്ച് അറസ്റ്റിലായ കസ്തൂർബ 1944 ജയിലിൽ വെച്ചാണ് മരണപ്പെടുന്നത്. അതായത് ഭാര്യയുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ ഭാര്യയെ പൊതുരംഗത്തിറക്കാൻ പോലും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഭാര്യയെ കൂടാതെ അദ്ദേഹത്തിന് മക്കളുമായും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 4 ആൺമക്കളായിരുന്നു ഗാന്ധിക്കും കസ്തൂർബയ്ക്കും ഉണ്ടായിരുന്നത്: ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഇതിൽ മൂത്തവനായ ഹരിലാലുമായി ഗാന്ധിജി നിരന്തരം വഴക്കടിക്കുമായിരുന്നു. മദ്യത്തിനോടും സ്ത്രീകളോടും തൽപരനായിരുന്ന ഹരിലാലിന് ഇതിൻ്റെ പേരിൽ പലപ്പോഴും ഗാന്ധിജി താക്കീത് നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഗാന്ധിയെ പോലെ തന്നെ പൊതുരംഗത്ത് സജീവമായിരുന്ന ഹരിലാലിനെ ദക്ഷിണാഫ്രിക്കയിൽ താമസിക്കുന്ന സമയങ്ങളിലൊക്കെ കുട്ടി ഗാന്ധി എന്നാണ് പൊതുവെ എല്ലാവരും വിളിച്ചിരുന്നത്. അതായത് അച്ഛൻ്റെ അതേ പാത പിന്തുടർന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹരിലാലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു മദ്യപാനശീലത്തിൻ്റെ പേരിൽ അച്ഛനും മകനും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ ഗാന്ധി തൻ്റെ 4 മക്കൾക്കും വിദ്യാഭ്യാസം നൽകിയില്ല. അതായത് മക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ പോലും ഗാന്ധി സമ്മതിച്ചിട്ടില്ലെന്നു സാരം. അതിൻ്റെ പേരിലും ഹരിലാലുമായി ഗാന്ധിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ കുടുംബവുമൊത്ത് താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്കോളർഷിപ്പ് കിട്ടുകയുണ്ടായി. ഒരു വിദ്യാർത്ഥിക്ക് ലണ്ടനിൽ പോയി പഠിക്കാനുള്ള ഒരു അവസരമായിരുന്നു ആ സ്കോളർഷിപ്പ്. ഈ ഒരു സ്കോളർഷിപ്പ് തനിക്ക് കിട്ടണമെന്ന അതിയായ മോഹം ഹരിലാലിനുണ്ടായിരുന്നു. ലണ്ടനിൽ പോകണമെന്നും ഒരു നിയമ വിദ്യാർത്ഥിയാകണമെന്നൊക്കെ ആഗ്രഹിച്ച തൻ്റെ മകന് ഈ ഒരു സ്കോളർഷിപ്പ് കൊടുക്കാതെ ഗാന്ധി ഇത് മറ്റൊരാളുടെ മകന് കൊടുക്കുകയാണുണ്ടായത്. ഇതും അച്ഛനും മകനും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കാൻ കാരണമായി. അവസാനം ഹരിലാൽ കുടുംബത്തിൽ നിന്നും തന്നെ വേർപെട്ട് ഇസ്ലാം മതം സ്വീകരിച്ച് അബ്ദുള്ള ഗാന്ധിയായി മാറുക പോലും ചെയ്തു. എന്നാൽ പിന്നീട് വീണ്ടും ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹം ഹീരലാൽ എന്ന പുതിയ പേരും സ്വീകരിച്ചു. തൻ്റെ മൂത്ത മകനായ ഹരിലാലിൻ്റെ ഇത്തരം പ്രവർത്തികളെല്ലാം തന്നെ ഗാന്ധിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാൽ മകൻ ഇത്തരത്തിലാകാൻ ഒരു പരിധിവരെ ഗാന്ധി കാരണമായിട്ടുണ്ടെന്ന് പറയാതിരിക്കാനാകില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകനായ മണിലാലിൻ്റെ പ്രണയത്തെ ഇല്ലാതാക്കിയതും ഗാന്ധിയാണെന്ന് മണിലാലിൻ്റെ മകളുടെ മകൾ എഴുതിയ ദ പ്രിസണർ ഓഫ് ഗാന്ധി എന്ന പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് മണിലാലിന് ഒരു മുസ്ലിം പെൺകുട്ടിയുമായി പ്രണയമുണ്ടായിരുന്നു. ഇതിനെ ഗാന്ധി ശക്തമായി എതിർക്കുകയും മകനെ മറ്റൊരു സ്ത്രീയുമായി വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. മണിലാൽ പക്ഷേ അച്ഛൻ്റെ ഇത്തരം പ്രവർത്തികളെ ഒന്നും എതിർക്കാൻ പോയിട്ടില്ലായിരുന്നു.
അച്ഛനെ അനുസരിക്കാനേ മണിലാലിന് അന്ന് കഴിയുമായിരുന്നുള്ളൂ. ഗാന്ധിയുടെ 4 മക്കളിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരു മകനായിരുന്നു മൂന്നാമനായ രാമദാസ്. രാമദാസ് തന്നെയാണ് ഗാന്ധിജിയുടെ മരണവാർത്തയറിഞ്ഞ് അച്ഛനരികിലേക്ക് ഓടിയെത്തിയതും ഗാന്ധിയുടെ ശവസംസ്കാരം നടത്തിയതും. കൂടെ 4-മനായ ദേവദാസും ഉണ്ടായിരുന്നു. ഒരിക്കൽ മിശ്രവിവാഹത്തെ എതിർത്തിരുന്ന ഗാന്ധി തൻ്റെ 4-മത്തെ മകനായ ദേവദാസ് മറ്റൊരു സമുദായത്തിലെ പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നതിനെ സമ്മതിച്ചു കൊടുക്കുന്നുമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ തെറ്റുകുറ്റങ്ങളും മാറ്റങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാനാകും. അങ്ങനെ ഈ ഒരു വിവാഹം ഗാന്ധി മുന്നിട്ട് നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് തൻ്റെ 36-ാം വയസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യനാകാനുള്ള തീരുമാനം. ആ ഒരു തീരുമാനം അദ്ദേഹത്തെ സംബന്ധിച്ച് ശരിയാണെങ്കിലും കസ്തൂർബയോട് ചെയ്ത ഒരു അനീതിയായിട്ടേ നമുക്കതിനെ വായിച്ചെടുക്കാനാകൂ. ഈ ബ്രഹ്മചര്യത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ച ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണം. അച്ഛനായ കാബ ഗാന്ധി മരണക്കിടക്കയിൽ കഴിയുന്ന സമയത്ത് അച്ഛനെ പരിചരിക്കുന്നതിനിടെ ഒരു ഘട്ടത്തിൽ തൻ്റെ ഭാര്യയുമൊത്ത് അദ്ദേഹം ബന്ധത്തിലേർപ്പെടാനായി മുറിയിലേക്ക് പോയി. ഗാന്ധി ഇങ്ങനെ പോയ സമയത്താണ് അച്ഛൻ്റെ മരണം സംഭവിക്കുന്നത്. ഈ മരണസമയത്ത് അച്ഛനൊപ്പം ഇരിക്കാതെ തൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്കായി ഗാന്ധി പോയത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ വേട്ടയാടിയ ഒരു ദാരുണമായ സംഭവമായിരുന്നു. ആ ഒരു കുറ്റബോധത്തിൽ നിന്നാണ് ഗാന്ധിജി പിന്നീട് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നത്. ആ സമയം കസ്തൂർബയ്ക്കും ഗാന്ധിയുടെ അതേ പ്രായം തന്നെയായിരുന്നു. തൻ്റെ ഭാര്യയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ അവരുടെ അനുവാദം പോലും ചോദിക്കാതെയാണ് ഗാന്ധി ഈ ഒരു തീരുമാനത്തിലെത്തുന്നത്. താൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തൻ്റെ മുറിയിലേക്ക് കടന്നു വരരുതെന്ന് പോലും ഗാന്ധി കസ്തൂർബയോട് പറയുന്നുണ്ട്. അതൊക്കെ ഒരു ഭാര്യ എന്ന നിലയിൽ കസ്തൂർബയെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്കൊരിക്കലും പറയാനാകില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത മറ്റൊരു വലിയ തെറ്റ് നമുക്കൊരു പക്ഷേ ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തതാണ്. അതായത് ലൈംഗികതയോട് വളരെ തൽപരനായിരുന്ന ഒരാളായിരുന്നു ഗാന്ധി. അപ്പം തൻ്റെ ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാനായി അല്ലെങ്കിൽ ഈ ഒരു അമിത താല്പര്യങ്ങളെ ലഘൂകരിക്കാനായി അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. മനു ഗാന്ധി, ആബ ഗാന്ധി ഇവർ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും കൂടാതെ സഹപ്രവർത്തകരുമായ 2 സ്ത്രീകളായിരുന്നു. ഇവരെ വെച്ച് ഗാന്ധി ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. അതായത് ഈ 2 പേരും പൂർണ്ണ നഗ്നരായി ഗാന്ധിയുടെ കൂടെ കിടക്കുക. ഗാന്ധിയും അതുപോലെ തന്നെ നഗ്നനായി ഇവരുടെ നടുവിൽ കിടക്കും. എന്നിട്ട് തനിക്ക് ലൈംഗിക താല്പര്യം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. അതായിരുന്നു ആ പരീക്ഷണം. മാത്രമല്ല മനു ഗാന്ധി ഗാന്ധിജിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തൻ്റെ ഡയറികളിൽ സമ്മതിക്കുന്നുമുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഗാന്ധിയുടെ ഈ ഒരു പ്രവൃത്തി നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പോലും തച്ചുടയ്ക്കുന്ന ഒന്നാണെന്ന് പറയാതിരിക്കാനാകില്ല. ആ പെൺകുട്ടികളുടെ അവസ്ഥയെയോ തൻ്റെ ഈ ഒരു പൊളിറ്റിക്കൽ ഇമേജിനെയോ നോക്കാതെ ഇങ്ങനെയൊരു വിചിത്രമായ കാര്യം ചെയ്തത് അന്ന് തന്നെ പലർക്കും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഇതിനെതിരെ മകനായ ദേവദാസും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ തന്നെ ആളുകൾ പോലും എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തുടരെയുള്ള എതിർപ്പിൻ്റെ ഭാഗമായി പിന്നീട് ഗാന്ധി ഈ ഒരു തെറ്റ് തിരുത്തുകയാണുണ്ടായത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഈ ഒരു സംഭവം ഒരു ഇരുണ്ട അധ്യായമായി ഇന്നും വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും കുടുംബജീവിതത്തെയും തമ്മിൽ ചേർത്ത് വയ്ക്കുമ്പോൾ കുടുംബജീവിതം ഏറെക്കുറെ ശിഥിലമായിരുന്നു എന്നതാണ് സത്യം. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം നമ്മുടെ രാജ്യത്തിനു എന്ത് നൽകി എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളൊക്കെ തന്നെ എക്കാലവും സമൂഹത്തിന് സ്വീകാര്യമായ ഒന്നാണെന്ന് നമുക്ക് സമ്മതിക്കാതെ വയ്യ. ലോകത്തിലെ ഏതൊരു പ്രതിഭയെ നമ്മൾ എടുത്തു വച്ചാലും അവരുടെ ജീവിതത്തിൽ പല ഏറ്റക്കുറച്ചിലുകളും നമുക്ക് കാണാനാകും. ഇതിനെ നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ ഏത് തരത്തിൽ വേണമെങ്കിലും ഉൾക്കൊള്ളാം. പക്ഷേ അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ നമുക്കൊരിക്കലും തള്ളിക്കളയാനാകില്ല. ഗാന്ധിയുടെ ഈ ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യൂ. ഇത്തരത്തിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.